ലൈഫിൽ ഡിഫറെൻ്റർ എന്ന് പറഞ്ഞ ഒരു വണ്ടീനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡിഫറെൻ്റർ ഇപ്പം നമുക്ക് നോക്കിയാൽ നാട്ടിൽ നോക്കിയാൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ അത് അത്ര സ്റ്റൈലിഷ് ആണോ? അല്ല. അതിനൊക്കെ ലുക്കുള്ള കുറേ വണ്ടികളുണ്ട്, അതിനേക്കാൾ വില കൂടിയ കുറേ വണ്ടികളുണ്ട്. ബട്ട് എല്ലാവർക്കും എന്തോ അതിനോടൊരു റെസ്പെക്റ്റാണോ ഒരു പേടിയാണോ എന്തോ സംതിങ്, ഒരു മസൽമാൻ ലുക്കാണ് ഡിഫറെൻ്റർ എന്ന് വെച്ചാൽ. അതേ രീതിയായിരിക്കണം നമ്മുടെ ലൈഫിൽ. ബി പവർഫുൾ, നോട്ട് അവൈലബിൾ ഫോർ എവരി വൺ, ബി ഹംബിൾ. പക്ഷേ ഈ നമ്മൾ കുറേ തല താഴ്ച കൊടുത്ത കുറേ ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യാനുണ്ടാവും. അത് അത്രയും കൊടുക്കൽ. ചൂടാവേണ്ട സമയം ചൂടാവണം. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു ലിമിറ്റ് വിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. നമ്മളൊരാൾക്ക് ഫ്രീഡം കൊടുത്താലല്ലേ അവർ നമ്മുടെ തലയ്ക്ക് വരും. അത് നമ്മൾ ഓർക്കണം. ഓക്കെ. ഇതേപോലെ ഈ എന്നാ പറയുന്നത്, ഈ രണ്ട് തോട്ട്, ഈ പണ്ടത്തെ ഒരു കല്ലും മുള്ളുകളും നിറഞ്ഞ വരി കൂടെ പോകണമെന്ന് പറയുന്ന തോട്ട്, ഈ അതെന്ന് വെച്ചാൽ ഇനി കല്ലും മുള്ളുള്ള വരി എടുക്കണമെന്നല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ലൈഫിൽ ഹാർഡായിട്ട് ഒരു സിറ്റുവേഷനിൽ കൂടെ കയറി വന്നവന് കാശിൻ്റെ വില അറിഞ്ഞവനെ കാശിൻ്റെ വാല്യൂ അറിയത്തുള്ളൂ. കാശില്ലാണ്ട് വന്നവനെ അത് അറിയുള്ളൂ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്നാണ് പറയുന്നത്, അവൻ പട്ടിണി ദാരിദ്ര്യം ഞാനും കടന്നു വന്നവനാണ്. ഒരു സമയത്ത് ഉച്ചയ്ക്ക് 10 രൂപയുടെ ബിസ്ക്കറ്റ് വെച്ചോണ്ട് ഞാൻ കോളേജിൽ പോയിട്ട് വന്നപ്പോൾ ചെയ്തുകൊണ്ട്, പക്ഷെ ഞാനത് ആരോടും കുറ്റം പറഞ്ഞിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം സഹിച്ചു വന്നു. സോ ഐ നോ ദ വാല്യൂ ഓഫ് മണി. കാശിന് അത്ര വിലയുണ്ട്. അതെന്നെ മനസ്സിലാക്കിയത് എന്താ, അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് വന്നും കൊണ്ട് മാത്രം. അതാണ് എന്നെ കൊണ്ട് ലൈഫിൽ എന്തെല്ലാം ആക്കി തീരണം എന്നുള്ള സ്പിരിറ്റ് ഇങ്ങനെ കൂട്ടിത്തരുന്നു. സോ ലൈഫിൽ എങ്ങനെയാണെങ്കിലും ശരി, ബി ബെറ്റർ യുവർ പൊസിഷൻ. നീ ഉള്ള വഴി എങ്ങനെയാണെന്ന് നോക്കണ്ട. നിനക്ക് ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ട്. കീപ് ട്രൈങ് എവറി ഡേ. 0.1% എവറി ഡേ ഇമ്പ്രൂവ് ആക്കിയാൽ മതി. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.